ഹായ്, ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രി ഐസോമെറ്റ്സും ആ ചാപ്റ്ററിലെ 30ാമത്തെ പേജിൽ ലെറ്റസ് അസസ് അതിലെ ക്വസ്റ്റ്യൻസ് ആണ് എന്ന് ചെയ്യുന്നത്. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ചെയിൻ ഹാവിംഗ് 6 കാർബൺ ആറ്റംസ് ഈസ് ഗിവൺ ബിലോ. അവിടെ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഇതിലെ ഫസ്റ്റ് എ ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ സ്ട്രക്ചർ ബൈ ആഡിങ് ഹൈഡ്രജൻ ആറ്റംസ് to each carbon atom. Write the molecular formula of this compound. How many carbon atoms are there in the main chain of this compound? Write its IUPAC name. നമുക്കത് ചെയ്ത് നോക്കാം. സ്ട്രക്ചർ വരച്ച് എഴുതാം. Complete the structure by adding hydrogen atoms to each carbon atom. ഓക്കെ, ഇവിടെ ഹൈഡ്രജൻ ചേർത്ത് തന്നെ എഴുതാം. CH, ഹൈഡ്രജൻ്റെ എണ്ണം ലാസ്റ്റ് കൊടുക്കാം. ഇവിടെ ഒരു സി ഉണ്ട്. ഇനി ഇവിടെ ഹൈഡ്രജൻ്റെ എണ്ണം കൊടുക്കാം. ഇവിടെ ഇപ്പം ഈ കാർബണുമായിട്ട് ഒരു കണക്ഷൻ, ഒരു ബോണ്ടേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇവിടെ CH3 വേണം. ഇവിടെ 2 സ്ഥലത്തേക്ക് ഓരോ ബോണ്ട് ഉണ്ട്. CH2. ഇവിടെ 1, 2, 3 സ്ഥലത്തേക്കും ബോണ്ട്. അപ്പോൾ ഒരു H മതി. മൊത്തം 4 നമുക്ക് വേണ്ടത്, അതറിയാമല്ലോ. അപ്പോൾ ഇവിടെ CH, ഇവിടെ CH3. ഇനി ഇവിടെ 1, 2 അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ CH2 അവസാനത്ത് C. ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. മോളിക്കുലർ ഫോർമുല 1, 2, 3, 4, 5, 6 കാർബൺ ആണ്. അപ്പം C6 എഴുതി. ഇനി ഹൈഡ്രജൻ എണ്ണം നോക്കുക. 3, 2, 5, 1, 6, 6, 2, 8, 8, 3, 11, 3, 14. C6H14. ഇതിലെ സി ക്വസ്റ്റ്യൻ, ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദയർ ഇൻ ദ മെയിൻ ചെയിൻ ഓഫ് ദിസ് കോമ്പൗണ്ട്. മെയിൻ ചെയിൻ നോക്കുന്നത് ലോങ്ങസ്റ്റ് ചെയിൻ ആണ് നമ്മൾ നോക്കേണ്ടത്, നേരെയുള്ളത് അല്ല. 1, 2, 3, 4 എന്ന് എണ്ണരുത്. 1, 2, 3, 4, 5 അല്ലെങ്കിൽ 1, 2, 3 ലോങ്ങസ്റ്റ് ചെയിൻ ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ മെയിൻ ചെയിനിൽ 5 കാർബൺ ആറ്റം. ഇതിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഇറ്റ്സ് IUPAC നെയിം. അപ്പോൾ 1, 2, 3, 4, 5 എന്നെണ്ണം, അല്ലെങ്കിൽ 1, 2 സൈഡിലേക്ക് വേണമെങ്കിൽ എണ്ണം. അപ്പോൾ 5 ആണ്. അപ്പോൾ ഇത് പെൻറ്റെയിൻ ആണ്. പിന്നെ 1, 2, 3 മൂന്നാമത്തെ സ്ഥാനത്താണ് ഒരു മീഥെയിൻ ഉള്ളത്, ബ്രാഞ്ച് ഉള്ളത്. ഇതിൻ്റെ പേര് 3-methyl pentane, ANP, 3-methyl pentane. ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, write down the IUPAC names of the given compounds. ഇതിൻ്റെ IUPAC നെയിം എഴുതുക. നമുക്ക് ഇവിടെ തന്നെ എഴുതാം, കാരണം വരച്ചിട്ട് ഇവിടെ എഴുതാൻ സ്ഥലമുണ്ട്. നോക്കിയാൽ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പറയാനും എളുപ്പം ഇവിടെയാണ്, അതുകൊണ്ട് വേറൊരു പേജിലേക്ക് പോകുന്നില്ല. ഇതിൽ തന്നെ എഴുതുന്നു. ഇതിൽ ഒന്നാമത്തത് 1, 2, 3, 4, 5, 6 ഹെക്സെയിൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇത് നമ്മൾ എവിടെ നിന്ന് പേര് കൊടുക്കണം? 1, 2, 3 ഇങ്ങോട്ട് കൊടുത്താൽ മൂന്നാമത്തെ സ്ഥാനത്ത്, ഇങ്ങോട്ട് എണ്ണിയാൽ 1, 2, 3 നാലാമത്തെ സ്ഥാനത്ത്. അപ്പോൾ പേര് കൊടുക്കുന്നത് റൈറ്റ് ടു ലെഫ്റ്റ് വേണം ഇവിടെ കൊടുക്കാൻ. 1, 2, 3, 4, 5, 6. അപ്പോൾ ഇതിൽ മൂന്നാമത്തെ സ്ഥാനത്ത് ഒരു ബ്രാഞ്ച് CH3 ആണ്. ഇതിൻ്റെ പേര് 3-methyl hexane, സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ ANP, 3-methyl hexane. ഇനി B, 1, 2, 3, 4, 5, 6. ഇതും ഹെക്സ് ആണ്. ഇനി നോക്കേണ്ടത് ഇവിടെ ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡബിൾ ബോണ്ടിന് ചെറിയ സംഖ്യ കിട്ടുന്ന പോലെ എണ്ണമാണ്. 1, 2, 3. അപ്പോൾ രണ്ടാമത്തെ സ്ഥാനത്താണ് നമുക്ക് ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പേര് ഹെക്സ് 2-ene, ഡബിൾ ബോണ്ടാണ്. അപ്പോൾ ഹെക്സ് 2-ene. ഇനി സി ക്വസ്റ്റ്യൻ, 1, 2, 3, 4, 5 ഹെക്സൈൻ തന്നെയാണ്. ചെയിൻ അല്ല, ഹെക്സൈൻ വരും. രണ്ടാമത്തെ സ്ഥാനത്ത് 1, 2, 3, 4 ഹെക്സാണ്. രണ്ടാമത്തെ സ്ഥാനത്ത് ട്രിപ്പിൾ ബോണ്ട് വന്നിട്ട്. അപ്പോൾ ഇവിടെ ഹെക്സ് 2 ട്രിപ്പിൾ ബോണ്ടാണ്. അപ്പോൾ YNE, ഹെക്സ് 2-ine. ഇനി ഡി, 1, 2, 3, 4 ഈ സൈൻ കൂടെ കൂട്ടണം 5. അപ്പോൾ ആദ്യത്തെ സ്ഥാനത്ത് ആണ് നമുക്ക്
കാർബോക്സിലിക് ആസിഡ് ആ ഗ്രൂപ്പ് വന്നേക്കുന്നത്. 1 2 3 4 5. ഇതിൻ്റെ പേര് പെൻഡനോയിക് ആസിഡ്. ഓയിക് ആസിഡ് ആണ് പെൻഡൻ ഓയിക് ആസിഡ്. ഇനി ഇ CH3 CH2 CH2 CHO 1 2 3 4 CHO ആണ്. അപ്പം നമ്മൾ എഴുതേണ്ടത് ആൾ എന്നാണ് എഴുതേണ്ടത്. ഇത് 4 എണ്ണമാണ്. അപ്പം ബ്യൂട്ടനാ. ഇനി അടുത്തത് എഫ് 1 2 3 4 5. തിരിച്ചിങ്ങോട്ടാണ് എണ്ണുന്നത്, കാരണം ഇതാണ് രണ്ടാമത്തെ സ്ഥാനം. 1 1 2 3 4 5. ഇത് പെൻറ്റെയിൻ ആണ്. രണ്ടാമത്തെ സ്ഥാനത്ത് ആണ് CO ഉള്ളത്, അതായത് ONE. ഇതിൻ്റെ പേര് പെൻഡാൻ. രണ്ടാമത്തെ സ്ഥാനം 2ONE, പെൻഡാൻ 2 ON. അടുത്തത് ജിയിൽ വന്നേക്കുന്നത് 1 2 3 4 4 അപ്പം ബ്യൂട്ടെയിൻ ആണ്. അതുപോലെ 2 ക്ലോറിൻ 2 Cl രണ്ടാമത്തെ സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് 2 രണ്ടെണ്ണം ഡൈ ക്ലോറോ 2 ഡൈക്ലോറോ ബ്യൂട്ടെയിൻ 2 ഡൈക്ലോറോ ബ്യൂട്ടെയിൻ. ഇനി H, ഇതിൽ ഓക്സി ആണ് നമ്മുടെ ഫങ്ഷൻ ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. ഇത് മൊത്തം നമുക്ക് എണ്ണാൻ പറ്റില്ല. ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം. ഇത് ഈഥെയിനാണ്, ഇത് ഈഥെയിൻ. അപ്പോൾ ഇതിൻ്റെ പേര് എത്തോക്സി. ഈഥെയിൻ ആയതുകൊണ്ട് എത്ത് ഓക്സി, വീണ്ടും വരുന്ന ഈഥെയിനാണ്. എത്തോക്സി ഈഥെയിൻ. ആദ്യം ഈഥെയിൻ, അപ്പോൾ എത്തോക്സി. രണ്ടാമത് വീണ്ടും ഈഥെയിനാണ്, അപ്പോൾ എത്തോക്സി ഈഥെയിൻ. ഇനി ഇതിലൊരു ബ്രാഞ്ച് ഉണ്ട്, ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. 1 2 എണ്ണിയാൽ രണ്ടാമത്തെ സ്ഥാനത്ത് മീഥെയിൻ. അതുപോലെ രണ്ടാമത്തെ സ്ഥാനത്ത് തന്നെയാണ് ഡബിൾ ബോണ്ട്. ഇങ്ങോട്ട് എണ്ണിയാൽ 1 2, രണ്ടാമത്തെ ഡബിൾ ബോണ്ട് വരും, പക്ഷെ മൂന്നാമത്തെ സ്ഥാനത്താണ് ബ്രാഞ്ച് വരുന്നത്. അപ്പോൾ ഇങ്ങോട്ട് എണ്ണാം 4. അപ്പോൾ ഇതിൻ്റെ ബ്രാഞ്ച് 2 മീഥൈൽ 1 2 3 4 ബ്യൂട്ടെയിനാണ്. അപ്പോൾ ബ്യൂട്ടെയിൻ അല്ല, ബ്യൂട്ടീനാണ്. ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബ്യൂട്ട് രണ്ടാമത്തെ സ്ഥാനത്ത് ഡബിൾ ബോണ്ട്, അപ്പോൾ ബ്യൂട്ട് 2 ENE 2 മീഥിൽ ബ്യൂട്ട് 2E. ഇനി അടുത്തത് ഒന്നാമത്തെ സ്ഥാനത്ത് ട്രിപ്പിൾ ബോണ്ട് വന്നു. അപ്പോൾ 1 2 ട്രിപ്പിൾ ബോണ്ടിന് പ്രാധാന്യം കൊടുത്താൽ, ബ്രാഞ്ചിനല്ല ട്രിപ്പിൾ ബോണ്ടിന് പ്രാധാന്യം കൊടുത്തു. അപ്പോൾ ഒന്നാമത്തെ സ്ഥാനത്ത് ട്രിപ്പിൾ ബോണ്ട്, 1 2 മൂന്നാമത്തെ സ്ഥാനത്ത് ബ്രാഞ്ച് ബ്യൂട്ടെയിൻ ആണ്. അപ്പോൾ 3 മെത്തിൽ മീഥൈൽ 3 മീഥൈൽ ബ്യൂട്ട് 1 YNE ട്രിപ്പിൾ ബോണ്ട് ആണ്. P മീഥൈൽ ബ്യൂട്ട് 1 IN